സിറിയയിലെ യുദ്ധം ഇപ്പോൾ വളരെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും റഷ്യ പിന്തുണ നൽകുന്ന സിറിയൻ സർക്കാർ ഫോഴ്സിനും തുർക്കിയും അമേരിക്കയും സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ എതിർപ്പ് സേനയ്ക്കും ഇടയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധം ചിന്തിക്കുന്നതിലും കാൽ തീവ്രമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് മാത്രം റഷ്യയും സിറിയയുടെ ഗവൺമെന്റും ചേർന്ന് ഈ സിറിയൻ പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണം മാത്രം 140 കഴിഞ്ഞു. സിറിയയിൽ ഇതുവരെയും നടന്ന യുദ്ധങ്ങളുടെ ചരിത്രമെടുത്താൽ ഇങ്ങനൊരു ആക്രമണം റഷ്യയും സിറിയയും ചേർന്ന് ഇതുവരെയും ചെയ്തിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ലോകമഹായുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഭയന്നപ്പോൾ, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം ലോകമഹായുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ ആ ഭയത്തിനുള്ളിലേക്ക് മറ്റൊരാളും കൂടെ കടന്നു വന്നു, സിറിയ. എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. സിറിയൻ സിവിൽ വാർ കഴിഞ്ഞ 13 വർഷമായി തുടരുകയാണ്. എന്നാൽ ഈ യുദ്ധം 2020 ശേഷം വലിയ ചർച്ചയായി മാറിയിട്ടില്ല. 2019 കൊറോണ പാൻഡമിക് വരുന്നു. മുഴുവൻ ലോകവും ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു ലോക്ക്ഡൌണിനുള്ളിലേക്ക് തള്ളപ്പെട്ടു. ഈ സാഹചര്യങ്ങളിൽ മനുഷ്യജീവൻ ഒരുപാട് നഷ്ടപ്പെടുകയും ലോക സമ്പദ് വ്യവസ്ഥ താഴേക്ക് ഇടിയുകയും ചെയ്തു. ഇപ്പോ കോവിഡ് വന്ന് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അത് അവസാനിച്ചാൽ പോലും അതുണ്ടാക്കിയ മുറിവുകളിൽ നിന്നും നമ്മൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ കൊറോണയ്ക്ക് ശേഷം സിറിയൻ യുദ്ധം എന്നത് വലിയ രീതിയിൽ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. കാരണം എല്ലാം ശാന്തമായ ഒരവസ്ഥയിലായിരുന്നു. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. എങ്കിലും പുറം ലോകം അറിയുന്നത് പോലെ ഏതൊരു വലിയ സംഭവം നടന്നിട്ടില്ല. ചെറിയ ചെറിയ സംഘർഷങ്ങൾ ചില പ്രത്യേക മേഖലകളിൽ നടക്കും. എന്നാൽ മൊത്തം ഒരു നഗരത്തെ പിടിച്ചെടുത്തു, ഒരു നഗരത്തെ നഷ്ടപ്പെടുത്തി എന്ന രീതിയിലുള്ള വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ വ്യോമാക്രമണങ്ങൾ, ഇസ്രായേൽ ആക്രമിക്കും, റഷ്യ ആക്രമിക്കും, സിറിയൻ ഡിഫൻസ് ഫോഴ്സസ് ആക്രമിക്കും, സിറിയയുടെ ആർമി, നാഷണൽ ആർമി ആക്രമിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചു. ഇതിനുശേഷം ഇവയെക്കുറിച്ച് മാത്രമായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. കാരണം അതൊരു പ്രധാനപ്പെട്ട യുദ്ധമായി മാറി. പിന്നീട് പെട്ടെന്ന് ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ പ്രശ്നമുണ്ടായി. അതും ഒരു 1.5 വർഷം നീണ്ടു. ഇവയ്ക്കെല്ലാം ഇടയിൽ സിറിയയെ എല്ലാവരും മറന്നു. ഒറിജിനൽ വാർ എന്താണെന്ന് ഞാൻ കാണിക്കാമെന്ന രീതിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കാട്ടിലും വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകളും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും ഇപ്പോ ഈ സിറിയൻ യുദ്ധത്തിൽ സംഭവിക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് നമ്മൾ അറിഞ്ഞതാണ്. അതേസമയം ലെബനനും ഇസ്രായേലിനും ഇടയിൽ ഒരു സീസ് ഫയർ ഉണ്ടായി. ആ സീസ് ഫയറിൽ ഒരു വയലേഷൻ കഴിഞ്ഞ 2 ദിവസത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതിനും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനും എന്താണ് ബന്ധം എന്ന് ചോദിക്കാം. രണ്ടിനും ഒരു ബന്ധമുണ്ട്. കാരണം ഈ ലോക രാഷ്ട്രീയത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഒഴികെ സിറിയയിൽ ആര് ആക്രമിക്കപ്പെട്ടാലും അവിടെ ഒരു രാജ്യം ബാധിക്കപ്പെടും. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ആ സഖ്യത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം അവിടെ തീർച്ചയായും ബാധിക്കപ്പെടും, തിരിച്ചടി വാങ്ങും. ഇതാണ് സിറിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സിറിയൻ യുദ്ധം കഴിഞ്ഞ 10 ദിവസമായി എങ്ങനെ പോകുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ റഷ്യയും സിറിയയുടെ നാഷണൽ ആർമിയും ചേർന്ന് ഇപ്പൊ ഒരു കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസമായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തു വന്നാലും സിറിയക്കെതിരെ പ്രവർത്തിക്കുന്ന 1000 പേരെ കൊന്നതായി സിറിയൻ ഗവൺമെന്റ് ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ഇപ്പോഴും നൽകിയിട്ടില്ല. ഗ്രാഫിക് കണ്ടന്റിനെ സംബന്ധിച്ച് ഒരു യുദ്ധം വരുമ്പോൾ അതിനുള്ള യാതൊരു ക്ഷാമവും കാണില്ല. എന്നാൽ അതിനപ്പുറം ക്ലാരിഫൈ ചെയ്യുന്ന വാർത്തകൾ, സർക്കാർ പറഞ്ഞ ഈ ഒരു ക്ലെയിമിന് യാതൊരു സപ്പോർട്ടിംഗ് എവിഡൻസും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോ റഷ്യയും സിറിയയും 140 സ്ഥലങ്ങളിൽ ഏരിയൽ അറ്റാക്ക് നടത്തി. അതിൽ കുറഞ്ഞ പക്ഷം 2200 പേരെങ്കിലും നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഈ ആക്രമണങ്ങളെല്ലാം ടൗൺ ഓഫ് അലപ്പോ, ആ നഗരത്തെ ചുറ്റിയും ഇഡ്ലിം എന്ന് പറയുന്ന പ്രദേശങ്ങളിലും വളരെ തീവ്രമായി നടക്കുന്നുണ്ട്. റഷ്യയ്ക്കും സിറിയയ്ക്കും എതിരെ ആരെല്ലാമാണോ അവിടെ പ്രവർത്തിക്കുന്നത്, ആ സൈനികർ എവിടെയെല്ലാമാണോ കൂട്ടം കൂടുന്നത്, ആ പ്രദേശങ്ങളെ നോക്കി റഷ്യയും സിറിയയും ചേർന്ന് അവരുടെ വ്യോമാക്രമണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഒരു വലിയ എസ്കലേഷൻ തന്നെയാണ്. ഇതിനകം തന്നെ റഷ്യയുടെ ഒരുപാട് ആയുധങ്ങൾ ശത്രു രാജ്യങ്ങളുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും ഒരു മുഴുവൻ വെയർഹൌസ് അവർ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന പ്രശ്നങ്ങളിൽ റഷ്യയുടെ കാർനെറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് വെച്ചിരുന്ന മുഴുവൻ വെയർഹൌസും ശത്രുക്കളുടെ കൈകളിലേക്ക് പോയി. ഇവയെല്ലാം റഷ്യയ്ക്ക് ഒരു ഘട്ടത്തിനു ശേഷം നിയന്ത്രിക്കാനേ കഴിയില്ല. ഇപ്പോൾ ശത്രുക്കൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും വെറും 20 മൈൽ അകലെയാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട എയർബേസ് ഉള്ളത്. ഇത് റഷ്യയ്ക്കും ഒരു പ്രധാനപ്പെട്ട ഭീഷണിയാവുകയാണ്. ഒരു പക്ഷേ ഇവരുടെ ആക്രമണം, ഈ ഗ്രൗണ്ട് ഫോഴ്സസ് ചെയ്യുന്ന ആക്രമണം, അല്ലെങ്കിൽ തുർക്കി ബാക്ക്ഡ് ഗ്രൂപ്പ് ഈ റഷ്യയുടെ ബേസിസിൽ ആക്രമണം നടത്തിയാൽ
റഷ്യക്ക് പിന്നെ മറ്റു മാർഗമേ ഇല്ല. ഒരു റിട്ടാലിയേഷൻ ചെയ്തേ മതിയാകൂ. അതേസമയം ഇസ്രായേലും അകത്തേക്ക് കടന്ന് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇവർ എല്ലാവരും ചേർന്ന് റഷ്യക്ക് ഒരു ചെക്ക് പോയിന്റ് വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ലക്ഷ്യം വച്ചിരിക്കുന്നത് സിറിയയല്ല, എല്ലാവരും ചുറ്റി വളഞ്ഞിരിക്കുന്നത് റഷ്യയാണ്. ഇതിൽ നിന്നും എങ്ങനെ റഷ്യ പുറത്തു വരാൻ പോകുന്നു, റഷ്യ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പോരാത്തതിന് ട്രംപ് അടുത്തിടെ ഒരു കാര്യം പറഞ്ഞു, ഗാസയിലുള്ള ഹോസ്റ്റേജസ് തിരികെ ഇസ്രായേലിലേക്ക് വന്നില്ലെങ്കിൽ ഹമാസിന് ജീവിതത്തിൽ മറക്കാനാകാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ തങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സ്വയം ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും അവർക്ക് നൽകുക എന്ന്. എന്നാൽ ഇവിടെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 45,000 പേരോളം മരിച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങൾ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത്? എന്ത് പോയിന്റ് എടുത്തു വെച്ചാലും എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? 45,000 സിവിലിയൻ കാഷ്വാലിറ്റി എന്നത് അംഗീകരിക്കാനേ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല. ഹോസ്റ്റേജസിനെ തീർച്ചയായും തിരികെ കൊണ്ടുവരണം. അവിടെയുള്ള ഒരു 33ഓളം പേർ മരിച്ചതായി പറഞ്ഞു. അവരെ പുറത്തു കൊണ്ടുവരുന്നതിൽ ആരും യാതൊരു തടസ്സവും പറയുന്നില്ല. എന്നാൽ ഇതിനുള്ള മറുപടി എന്താണ്? ഏത് രാജ്യം ചെയ്താലും സാധാരണ ജനങ്ങൾക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇതുവരെയും 1.5 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് കൈകാലുകൾ നഷ്ടപ്പെട്ടത്. അവരുടെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. കുറഞ്ഞുപോയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഗാസയ്ക്കൊരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകും, അല്ലെങ്കിൽ ഹമാസിനെ മുഴുവനായും അവിടെ നിന്നും തുടച്ചു മാറ്റിയതിനു ശേഷവും അവിടെ സമാധാനം ലഭിക്കുമോ? വെസ്റ്റ് ബാങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനമേ ഇല്ല, സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. ഗാസയ്ക്ക് മാത്രം അപ്പൊ എങ്ങനെ സമാധാനം ലഭിക്കാനാണ്? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കും? രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഒരു യുദ്ധം, ഒരു പ്രശ്നം വന്നാൽ അവിടെ സാധാരണ ജനങ്ങളെ എന്തിനാണ് വലിച്ചിടയ്ക്കുന്നത്? ഇനി ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മാത്രമേ, ഇത്രയും പേരെ കൊന്നാൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ഒരു അവകാശം ലഭിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഇപ്പൊ തന്നെ പല യുദ്ധം നടന്നിരിക്കേണ്ടതാണ്. അപ്പോ അധികാരം കുറവുള്ള ഒരു രാജ്യത്തെ അധികാരമുള്ള ഒരാൾ അല്ലെങ്കിൽ പലരും ചേർന്ന് ആക്രമിക്കുക എന്നുള്ളത് മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ഇതിനിടയിൽ ഒരു സീസ് ഫയർ കൊണ്ടുവന്നു. സീസ് ഫയർ വയലേഷനും നടന്നു. ഒരു ഭാഗത്ത് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയാണ് ഞങ്ങളെ ആക്രമിച്ചത്, അവരാണ് എയർ സ്ട്രൈക്ക് നടത്തിയത്. ഇതിനിടയിൽ സീസ് ഫയർ കൊണ്ടുവന്നു. സീസ് ഫയർ വയലേഷനും നടന്നു. ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലാണ് ഞങ്ങളെ ആക്രമിച്ചത്, അവരാണ് എയർ സ്ട്രൈക്ക് നടത്തിയത്, ഇവ എല്ലാത്തിനും കാരണം ഇസ്രായേലാണ്, ഈ വയലേഷൻ നടത്തിയത് അവരാണ് എന്ന്. മറുവശത്ത് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയാണ് ആക്രമിച്ചത്, അവരാണ് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഫയർ ചെയ്തത് എന്ന്. എന്നാൽ അവിടെ പ്രശ്നം സംഭവിച്ചതെല്ലാം ലബനിലെ ജനങ്ങൾക്കാണ്. 16 പേർ മരിച്ചിട്ടുണ്ട്. വീണ്ടും എത്ര പേർ അവിടെ മരിച്ചു എന്നേ അറിയില്ല. ഒരു ഭാഗത്തെ സീസ് ഫയർ കൊണ്ടുവരുന്നു എന്ന ഒരു വ്യാജേന അവരുടെ ആയുധപ്പുരയെ അവർ വർദ്ധിപ്പിക്കുകയാണ്. എത്രത്തോളം ആയുധങ്ങൾ ആവശ്യമാണോ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ബ്ലെയിം ഗെയിം നടക്കുകയാണ്. ഈ രണ്ട് വിഭാഗവും ഒരിക്കലും നല്ലവരെന്ന് പറയുന്നേയില്ല. രണ്ടുപേരും കള്ളം പറയുന്നുണ്ട്. അവസാനം എല്ലാം വന്ന് അവസാനിക്കുന്നത് പൊതുജനങ്ങളുടെ തലയിലായിരിക്കും. യുദ്ധം ചെയ്യുന്ന ഹമാസിനും ഇസ്രായേലിനും നഷ്ടങ്ങൾ സംഭവിച്ചാൽ അതിൽ പ്രശ്നമില്ല. എന്നാൽ യാതൊരു ബന്ധവുമില്ലാതെ ഇടയിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ, 1.5 ലക്ഷത്തോളം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശാരീരികമായ വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കുന്നതിലും ക്രൂരമാണ്. ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കൊണ്ടൊരിക്കലും താങ്ങാനേ കഴിയില്ല. യുദ്ധം ഒരിക്കലും ഒരു സമാധാനം കൊണ്ടുവരില്ല. ആയുധങ്ങളുടെ ഉപയോഗം ശത്രുരാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സ് നശിപ്പിക്കുക എന്നുള്ളതുപരി ശത്രുരാജ്യങ്ങളുടെ ജനങ്ങളെ നശിപ്പിക്കുക എന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ എല്ലാം അവസാനം ഒരു വലിയ നാശം തന്നെയായിരിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സിവിലിയൻ പ്രശ്നങ്ങൾ കുറവാണ്. കഴിയുന്നത്ര വേഗത്തിൽ ഈ പ്രശ്നം അവസാനിക്കണം. ഇതുവരെയും സംഭവിച്ചതെല്ലാം നഷ്ടം തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ളവർക്കെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടണം. ട്രംപ് നൽകിയത് ഹമാസിനെതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹമാസിനെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, യാതൊരു തെറ്റുമില്ല. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാം. ഈ പ്രശ്നങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ഹമാസിനെ മുഴുവനായും തുടച്ചു നീക്കണം, അല്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കണം എന്നതിനു വേണ്ടി അവർ നേരെ ഗാസയ്ക്കുള്ളിലായിരിക്കും ചെന്ന് ആക്രമിക്കുക. അമേരിക്കയുടെ ചാരസംഘടന, ഇസ്രായേലിലെ ചാരസംഘടന വലിയ നെറ്റ്വർക്കാണ്. അവർ വിചാരിക്കുകയാണെങ്കിൽ ഏതൊരു ഓപ്പറേഷനും ഏതൊരു രാജ്യത്തിനുള്ളിൽ എവിടെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് വിട്ടിട്ട് മുഴുവൻ സിവിലിയൻസിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോ ഞാൻ പറഞ്ഞതിന് പോലും ഒരുപാട് എതിർപ്പുകൾ വരാം, എങ്കിലും സംസാരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ തന്നെ മനസാക്ഷിയെ തൊട്ട് പറയുക, 45,000 സിവിലിയൻ കാഷ്വാലിറ്റി എന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.